നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഏവിയേട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പണ്ട് ചെയ്ത ഗ്രാഫ് അനാലിസിസിൻ്റെ അടുത്തൊരു പാർട്ടും കൂടി നമ്മൾ ഇറക്കുകയാണ്. ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഗ്രാഫിനെ എങ്ങനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് കുറച്ച് ടിപ്സും കൂടി, കാരണം ഗ്രാഫ് എല്ലാം ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ അപ്ഡേഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പോകുക. സോ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നിലവിലത്തെ ഗ്രാഫ് വച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഈ ഗ്രാഫ് കാണുന്നത് പോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാഫ് ഉണ്ടാവുക. എന്തായാലും നമുക്കതിനനുസരിച്ച് നോക്കാം. ഇപ്പോൾ എൻ്റെ എന്തായാലും നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ ഗ്രാഫ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നിലവിൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിങ്കിൻ്റെയും അല്ലെങ്കിൽ ബ്ലൂവിൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഗ്യാപ്പ് വച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗ്യാപ്പിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഒരു ഹൈ ഓട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് ടൈം എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ 1 വിന്നിൽ ഏത് ടൈമിൽ നോക്കിക്കഴിഞ്ഞാലും ഈ 2 സീരീസ് എന്നുള്ളൊരു സാധനം കാണാൻ പറ്റും. അതായത് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് 2x എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഞാൻ അതിനുള്ള ഉത്തരം നമ്മളന്ന് ഓൺലൈൻ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ 2നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നിയർ ബൈ 4 ഉണ്ടെങ്കിൽ നെക്സ്റ്റ് 4 റൗണ്ടിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് 2 വരും. ഇപ്പോൾ 4 അല്ലെങ്കിൽ 6 ഉണ്ടെങ്കിൽ നിയർ ബൈ 2 വരും എന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നിങ്ങൾക്കൊരു 6നെ കാണാം. പിന്നെ ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ ലൈൻ വന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ളതെല്ലാം തന്നെ 3 റൗണ്ട് 2 ആണ് വേഗണേ, കണ്ടിന്യൂസ്ലി 2, പിന്നെ 3, 2, പിന്നെ കണ്ടിന്യൂസ്ലി ലോ ആണ്. ഈ ഗ്രാഫ് ഭയങ്കര ലോ ആയിട്ടിരുന്ന സമയത്താണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഇവിടെ 55, ടൈം എന്ന് പറയുന്നത്, ഡേറ്റ് എന്ന് പറയുന്നത് 26-ാം തീയതി, 26, ഓക്കെ, സെപ്റ്റംബർ 26, 11:55. നാട്ടിലെ ഏകദേശം ടൈം എന്ന് പറയുന്നത് 16:25 അഥവാ 4:25 ടൈമിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പ്രഡിക്ഷൻസ് കൊടുക്കുന്നുണ്ട്, 4:30 പ്രഡിക്ഷൻ ഇടാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്ട്രീംലി നമ്മളതിൻ്റെ പുറകെയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ആദ്യത്തെ വീഡിയോ ഇടയ്ക്ക് വെച്ച് റെക്കോർഡിങ് കട്ടായിപ്പോയി. ശരി, അപ്പം നമ്മുടെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം 2x അങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ്. 2x ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രൂപ്പിൽ പറയാറുണ്ട്, നിങ്ങൾ 6x അല്ലെങ്കിൽ 4x വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയർ ബൈ എപ്പോഴും എന്തായിരിക്കും, ഈ പറയുന്ന 2x ആയിരിക്കും. അതൊരു 100% ഗ്യാരണ്ടി ഉള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം ഇത് ഈ പറയുന്ന സിഗ്നൽസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞവരുടെ ഗ്രാഫ് എല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആയിട്ട് എടുക്കുക കേട്ടോ. ശരി, ഇപ്പോഴത്തെ കറണ്ട് നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന 175, 174, 76, 86, 19 ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ട്രെൻഡാണ്. അതിന് മുമ്പായിട്ട് കുറേ ബ്ലൂ ലൈനും പോയിരിക്കുന്ന ഒരു ഗ്രാഫ് ട്രെൻഡ്. അതായത് ഈ ഗ്രാഫ് ഇപ്പോൾ നിലവിൽ നല്ല ഗ്രാഫാണ്. കുറച്ച് നെറ്റ്വർക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഗ്രാഫ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ 19.46 ശേഷം ഒരു 4x വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അടുത്ത നിയർ ബൈ 2-3 റൗണ്ടിനുള്ളിൽ എന്തായാലും 2x കയറണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇവിടെ അടുപ്പിച്ച് 1, 2, 3, 4, 5 പിങ്ക് പോയിട്ടുണ്ട്. അത് 3 100ന് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2-ൽ നിന്ന് വേരിയേഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഗെയിമിൻ്റെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് മാറുക. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗെയിമിലേക്ക് പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഓക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ട്രെൻഡ് എന്ന് വെച്ചിട്ട് നമ്മൾ ഇതേ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിക്കും. ഇല്ല, ട്രെൻഡ് മാറാം. ഇപ്പം എന്തായാലും അടുപ്പിച്ചൊരു 3 ബ്ലൂ ലൈൻ പോയിട്ടുണ്ട്, അല്ല 4 പോയിട്ടുണ്ട്, 6 കൂടി പോയി 1.25. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഫസ്റ്റ് 3 ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക. അടുത്ത 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 3 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ ടിപ്പ് അതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലൂ ലൈൻസ് പോകുന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ലൈൻ 3 കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു 3 പാസ് ചെയ്യാൻ വിട്ടേക്കുക. 3 എന്ന് പറയുന്നത് എന്തും ആയിക്കോട്ടെ, ഏത് ടൈപ്പും ആയിക്കോട്ടെ,
അത് 2-ന് മുകളിലേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എന്തും ആയിക്കോട്ടെ 3 വിട്ടേക്കുക. അതിന് ശേഷം മാത്രം എപ്പോഴും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 3 അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക, പിന്നെ 3 നമ്മൾ വിട്ടു. ഇപ്പോൾ 2 2x 1xലും 1 ത്രൂയിലും കയറി, ത്രൂയി. ഇനി വരുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, വെയിറ്റ്. ഇപ്പോൾ റണ്ണിങ് ആണത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഒരു ഷുവർ ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അത് മിനിമം 2x എങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഇപ്പോൾ 2x കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം ഇതാണ്. വെയിറ്റ് ചെയ്യുക, ഗ്രാഫിനെ നന്നായിട്ട് അസസ് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്യണം, ഇടയ്ക്ക് വെച്ച് വീണ്ടും ബ്രേക്കായി പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്കൊരു 6 4 ഒക്കെ വരുന്നതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് 2 കിട്ടുന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞു നിർത്തി. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിങ്ക് ലെവൽ വരുന്നുണ്ടെങ്കിൽ നിയർ ബൈ 2-3 റൗണ്ടിൻ്റെ അകത്ത് വീണ്ടും പിങ്ക് ലെവൽ കിട്ടും. അതായത് 10-ന് മുകളിലേക്കുള്ള റൗണ്ട് കിട്ടും. സ്പെഷ്യലി നിയർ ബൈ 5 ആണെങ്കിൽ, 5 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയർ ബൈ 3-4 റൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിങ്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ 29 പോയി, അതിനുശേഷം ഒരു 9 വന്നു, അതിനുശേഷം ഒരു 5 വന്നു, നെക്സ്റ്റ് 2 റൗണ്ടിൻ്റെ അകത്ത് 15 കയറി. ഇവിടെ 7 75 74 76 22 156 ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്രാഫ് കേട്ടോ. കണ്ടിന്യൂഷൻ ആണ്. അഗെയിൻ വീണ്ടും നമുക്കൊരു 9 വന്നു, ദെൻ അതിനുശേഷം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു 10 വന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് മിനിമം നിങ്ങൾക്കൊരു 2 എങ്കിലും കിട്ടുന്ന തരത്തിലുള്ള ഗ്രാഫായിരിക്കും. 100% ഗ്യാരണ്ടി. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന 100% ഗ്യാരണ്ടിയിൽ നമുക്ക് 2x കിട്ടുന്ന മറ്റൊരു റൗണ്ടാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പരമാവധി 2xനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വീഡിയോയിൽ പറയുന്നത് എങ്ങനെ നമുക്ക് 2x അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5-ന് ശേഷമോ 4-ന് ശേഷമോ 6-ന് ശേഷമോ 3 കാര്യങ്ങൾ ഓർക്കുക. ആൾവേസ് ഗെറ്റിംഗ് 2x. നമുക്ക് എല്ലായ്പ്പോഴും തന്നെ 2x കിട്ടാനുള്ള ചാൻസ് ഹൈ പ്രയോറിറ്റിയാണ്. ദാറ്റ്സ് നോർമലി 2-3 റൗണ്ടിൻ്റെ അകത്ത് നമുക്ക് 2x കിട്ടും. കൺഫേം ചാൻസുകളാണൊക്കെ. സോ അതാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഈ പറയുന്ന ഗ്രാഫോട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങളെപ്പോഴും കളിക്കുമ്പോൾ നിങ്ങളൊരു സ്റ്റാൻസ് എടുത്തിട്ട് കളിക്കുക. നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് മാത്രം കളിക്കുക. അതായത് ഇപ്പം ഞാൻ ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2-ലാണെങ്കിൽ 2-ൽ എന്നൊരു പ്ലാനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അവിടെ നിന്ന് വേരി ചെയ്യാതിരിക്കുക. കാരണം വേരി ചെയ്യുന്നതോറും നമുക്ക് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാനൊരു 2xൽ ക്യാഷ് ഔട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് 2x കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്നാൽ അത് വേണ്ട, 3x എടുക്കാം. അപ്പോൾ അത് 3xൽ മുട്ടി. അപ്പോൾ ഞാൻ വിചാരിക്കും 3xൽ എടുക്കേണ്ട, ഒരു കുറച്ചുകൂടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നതാണ് നമ്മൾ തോൽക്കാനുള്ള ചാൻസിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ പ്ലാനിൽ നിന്ന് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെയിമിൻ്റേതായിട്ടുള്ള പ്ലാൻ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യും. നമ്മളെപ്പോൾ ക്യാഷ് ഔട്ട് ചെയ്യുന്നോ അതിനെ തൊട്ട് മുമ്പ് എന്തായാലും പൊട്ടിയിരിക്കും. അപ്പോൾ അതാണ് ഗെയിമിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ അത് ഗ്രീഡി ആകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2x ഇപ്പോൾ ഒരു 10x പോയിട്ടുണ്ട്. അപ്പോൾ നിയർ ബൈ ഒരു ബ്രേക്കും ഒരു 2xും എന്തായാലും എന്ത് ചെയ്യണം, ഗ്യാരണ്ടി ആയിട്ട് വരണം. ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ 14x പോയി, അതിനുശേഷം എന്താ ബ്രേക്ക് വന്നു 1.65. അപ്പോൾ ഇനിയുള്ള 2 റൗണ്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്താൽ 2x കൺഫേം ആയിരിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും. 125 123 40 50 60 70 80 90 ഓയ്യാ. അപ്പോൾ ഇത് കൺഫേം ആയിട്ട് നമുക്ക് 2x കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 2x ഏൺ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 2xൽ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി 10x കിട്ടുന്ന കുറേ നമ്പേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈക്ക് 1.04 ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞാണ്. 1.04 എന്നുള്ളത് നിങ്ങൾക്ക് 10x കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള നമ്പറാണ്. ഞാനിപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്നുള്ളൂ, കാരണം അതിൻ്റെ വർക്കൗട്ട് മാറി. വീണ്ടും 14 വന്നേക്കുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് നിങ്ങൾക്ക് 2 14 വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പറയുകയാണേ, മറ്റേ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് 2 14 വന്നു, ഒരു 16 വന്നു, അതിന് ഒരു 15 വന്നു. സോ ഓരോ 2 ബ്രേക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു 10x കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ട്രെൻഡിങ് ഗ്രാഫാണ്. നെറ്റ് പോയി ട്രെൻഡിങ് ഗ്രാഫൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിയർ ബൈ ഇതിനൊരു ഫ്ലോപ്പ് ഉണ്ടാകും. നിയർ ബൈ ഒരു 6 7 8 റൗണ്ടൊക്കെ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ,
ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടി പരിഗണിക്കേണ്ടി വരും. ഇതിപ്പോൾ ഗ്രാഫ് റണ്ണിങ് ആയിരിക്കുന്നത് 4 തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ 4, 6, 8, 7 ഇപ്പോൾ ഇത് ട്രെൻഡിങ് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ 8 ഇത് ക്രാഷ് ചെയ്തു. സോ നമ്മളിവിടെ 2 എന്നുള്ള ബ്രേക്ക് വെച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഇതും 10 പോകും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത് പൊതുവെ എല്ലാവരും തന്നെ. പക്ഷേ ഇവിടുത്തെ അടുപ്പിച്ച് 3 റൗണ്ടിൽ നിങ്ങൾക്ക് 10x വന്നത് കൊണ്ട് തന്നെ അടുത്ത എന്തായാലും 10 കയറില്ല. അതുകൊണ്ടാണ് 2xന് ശേഷം പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10x ആണ്. അത് 8xൽ ക്രാഷ് ചെയ്യും. ഇനിയുള്ള 3-4 റൗണ്ടിന് ശേഷം വീണ്ടും ഒരു ഹൈക്ക് ഉണ്ടാകും. ആ ഹൈക്ക് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ നേരെ 20, 28, 38 ഇതായിരിക്കും അതിൻ്റെ മാർജിനൽ എന്ന് പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് ഗ്രാഫ് ഡൗൺ ആയിട്ട് 210 വന്നേക്കുന്നത്, ഈ 2.10. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 18 മുതൽ 20 വരെയോ അല്ലെങ്കിൽ 28 മുതൽ 38 വരെയുള്ള പോസിബിലിറ്റിയാണ് നടക്കുന്നത്. ഇനി ഗ്രാഫ് 10xൽ താഴേക്ക് വരികയാണെങ്കിൽ ഒരു പ്രൊവിഷൻ കൂടി എന്ന് പറയുന്നത് 11 10.37 to 11 വരെ ഗ്രാഫ് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെ നമ്മളിത് ഗെയിം കളിക്കുമ്പോൾ ഞാനിതെല്ലാം നമ്മളെടുക്കുന്ന അനലൈസിങ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് ഗ്രാഫിന് നോക്കും. 3, 4, 5 എണ്ണമൊക്കെ പോയിട്ടുണ്ട്. 1, 2, 3, 4, 5 10x പോയിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒരു ഫ്ലോപ്പിനുള്ള ടെൻഡൻസി അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഇത്രയും ഹൈക്കിൽ നിന്നിട്ട് പിന്നീട് ഒരൊറ്റ ഫ്ലോപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കിയ ഏണിങ്സ് എല്ലാം അവിടെ പോകും. പക്ഷേ ആ ഫ്ലോപ്പിന് ശേഷമുള്ള ഹൈക്ക് എന്ന് പറയുന്നത് വലിയൊരു ഹൈക്കായിരിക്കും. ചിലപ്പോൾ അത് 100xലേക്കോ 200ലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അത് ഡിപ്പെൻസ് ആണ്, അത് ഗ്രാഫിൻ്റെ ഓവറോൾ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗെയിം കളിക്കാനായിട്ടിരിക്കുമ്പോൾ. ഇപ്പോൾ ഇത് വീണ്ടും 3 റൗണ്ടിന് ശേഷം അത് കയറുവാണ്. ഈ കയറുന്നത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. 11x എന്നുള്ള സാധനം 12ൽ അത് ക്രാഷ് ചെയ്തു. എക്സാക്ട്ലി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ ക്രാഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 11ന് ശേഷം അത് 11 വരെ 12.49 അത് ക്രാഷ് ചെയ്തു. അപ്പോൾ ഇനിയുള്ള റൗണ്ടുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്താൽ 2x കിട്ടും. ഞാൻ അഗെയിൻ പറയുന്നു, ഇനിയുള്ള റൗണ്ടുകളിൽ ട്രൈ ചെയ്താൽ 2x ആണ്. നിങ്ങൾക്കിപ്പോൾ ലൈവിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ സമയം ഇവിടെ 12:26, ആ സമയത്ത് ഇവിടെ റണ്ണിങ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുക്കുന്ന സ്റ്റാൻസ് എന്ന് പറയുന്നത് 2x കിട്ടാനുള്ള മാർഗ്ഗമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് 2xോ അതിന് മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്ക്കുകൾ എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ചെറിയ വീഡിയോയിൽ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് പറഞ്ഞ് 1.04ഉം 1.5ഉം 1.05ഉം ഒക്കെ അതിനുള്ള ടിപ്സിൻ്റെ മാർഗ്ഗമായിട്ടാണ്. 10xന് മുകളിലേക്ക് ഏകദേശം ഒരു 90% കൺഫേമിൽ കിട്ടുന്ന സാധനം ഇപ്പോൾ 1.04 പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10xലേക്കുള്ള പ്രോബബിലിറ്റി തരും. ഇവിടെ 6-10ന് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ റിസ്ക്കിയാണ്. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ റിസ്ക് എടുക്കും. അങ്ങനെ റിസ്ക് എടുത്താലാണ് നമുക്ക് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വീണ്ടും 3 റൗണ്ട്, അപ്പോൾ 1.04ന് ശേഷം നെക്സ്റ്റ് റൗണ്ട് വന്നിട്ടില്ലെങ്കിൽ അതിന് ശേഷം വരുന്ന 3 റൗണ്ടുകളാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും നമുക്കൊരു 10xനുള്ള പോസിബിലിറ്റി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫർമേഷൻ നമ്പേഴ്സ് എല്ലാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഗ്രൂപ്പിൽ വരുന്ന അപ്ഡേഷൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ തവണയും ഗ്രാഫ് അപ്ഡേറ്റഡ് ആകുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാറുണ്ട്, ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ 1.04ന് ശേഷം നെക്സ്റ്റ് 3 റൗണ്ട്, അടുത്തത് വന്നത് 1.86 ആണ്. ദെൻ അഗെയിൻ 7.67 വന്നു, ഇനി 10 വന്നു, ഇനി ഒരു ഹൈക്കും കൂടി പോസിബിലിറ്റി ഉണ്ട്. ഇനിയുള്ള ഹൈക്ക് എന്ന് പറയുന്നത് ഒരു 4 to 6 വരെയൊക്കെ നോക്കിയാൽ മതിയാകും. കാരണം ഓൾറെഡി തൊട്ട് മുമ്പ് ഗ്രാഫിൽ 1ന് ശേഷം ഒരു വലിയ ഹൈക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 4 to 6. അപ്പം ഇങ്ങനെ നമുക്ക് അസസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രോബബിൾ റിസ്ക് എടുത്തിട്ട് 4 എന്ന് പറയുമ്പോൾ 3.93 ഓൾമോസ്റ്റ് 4ലേക്ക് എത്തി നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് കൺഫേം ചെയ്തിട്ടുള്ള 2xൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കൺഫേം ചെയ്തിട്ട് വലിയ ഷോട്ടുകൾ അല്ലെങ്കിൽ വലിയ എമൗണ്ടുകൾ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ 100 rupees വെച്ചിട്ട് അല്ലെങ്കിൽ 100ൻ്റെ എമൗണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 100 വെച്ചിട്ട് 2 എടുക്കുന്നതും 1000 വെച്ചിട്ട് 2 എടുക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പിന്നെ
ഓരോരുത്തരുടെയും പ്ലേയിങ് ലെവൽ അല്ലെങ്കിൽ പ്ലേയിങ് രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ പ്ലേയിങ് രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ക്യാഷ് ഫിക്സ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ക്യാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. ഞാൻ ഈ വീഡിയോ പല പാർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം പല സമയങ്ങളിൽ പലപ്പോഴും കോൾ വന്നത് കട്ടായിക്കൊണ്ടേക്കും, ഇപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ്. എനിവേ ബാക്കി 2x വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.